ഇപ്പോ ഈ പറയുന്ന പോസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ സർ ആശാൻ നേരത്തെ അറിഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്, അതോ നേരത്തെ അറിഞ്ഞിരുന്നുവോ? എന്തായിരുന്നു ഇന്നലെ തന്നെ പ്രതികരിക്കാണ്ടിരുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് പറയൂ വ്യക്തമായിട്ട്. അതായത് വിവരം അറിഞ്ഞത് ഇന്നലെ ഞാൻ വിവരങ്ങൾ വിശദമായിട്ട് മുഴുവൻ അറിഞ്ഞിരുന്നില്ല. ഇന്ന് ഞാൻ അതിന്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോ എനിക്കൊരു പോസ്റ്റ് ഇടണം തോന്നി, ഇട്ടു. എന്റെ മകനാണ് ഈ പോസ്റ്റ് ഇട്ടത് ഇന്നലത്തെ, രഘുരാജൻ. അതെ 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 അതെ. അപ്പൊ രഘു അത് പോസ്റ്റ് ഇട്ട് വിവരം അറിഞ്ഞത് ഞാൻ അന്നാണ്. അപ്പൊ ഞാനത് അങ്ങനെ പോസ്റ്റ് ഇട്ടത് കുഴപ്പമില്ല, പക്ഷെ അത് എങ്ങനെ ഇത്ര അധികം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതൊക്കെ ഒന്ന് എഴുതണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അത് പിൻവലിക്കുകയും ചെയ്തു. അത് ചെയ്തത് തെറ്റായി പോയി വെച്ചിട്ട് പോസ്റ്റ് പിൻവലിച്ചു. ഒരു അവാർഡിനെ ചൊല്ലി പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭാഷണം ഉണ്ടായിരുന്നോ ശരിക്കും? ഇല്ലില്ല, എനിക്ക് എന്നെ വിളിച്ച് പറയുകയാണ് ഉണ്ടായത്. ഓ, ആശാനെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തിരുന്നത്? അത് എന്നെ വിളിച്ച് സംസാരിക്കേണ്ടായത്. അതായത് സുരേഷ് ഗോപി വരും, വന്നാൽ അനുഗ്രഹിക്കണം, ആശാന് പത്മഭൂഷൺ അവാർഡ് കിട്ടേണ്ടതല്ലേ, അപ്പൊ അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പത്മഭൂഷൺ അവാർഡ് കിട്ടാൻ വേണ്ടി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ ചെയ്യൂല. പത്മഭൂഷൺ കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം. കിട്ടിച്ചാൽ സന്തോഷം, കിട്ടിയില്ല പരിഭവമില്ല, ദേഷ്യമില്ല, ആരോടും അതിനൊരു വിരോധം തോന്നണമില്ല. പിന്നെ മാത്രമല്ല, ഇനി അഥവാ കിട്ടിയിച്ചാൽ തന്നെ എനിക്ക് വേഷം കെട്ടാൻ വയ്യ, അപ്പൊ കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്നിരുന്നാലും കിട്ടിയാൽ ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. എങ്കിലും ശരി, അതിന് വേണ്ടിയിട്ടൊരു അനുഗ്രഹം സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു. ഞാനും സുരേഷ് ഗോപിയും കൂട്ടി വളരെ കാലമായിട്ടേ വളരെ സ്നേഹബന്ധം ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആർക്ക്, ഡോക്ടർക്ക്. മാഷിന്റെ മകന്റെ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിക്കും ആശാനും സുരേഷ് ഗോപിക്കും തമ്മിൽ എന്തോ ഒരു വിദ്വേഷം നടന്നിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവും അത് വായിക്കുമ്പോൾ. അത് തെറ്റാണ്, അതാണ് പറഞ്ഞത്. അങ്ങനെയല്ല. അതായത് സുരേഷ് ഗോപി വരണതില് ഇപ്പൊ ഈ രഘുരാജന് ഒട്ടും വിരോധമുള്ള ആളല്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വാക്കാണ്, അതായത് സുരേഷ് ഗോപി വന്നാൽ അനുഗ്രഹിക്കണം, അവാർഡ് കിട്ടേണ്ടതല്ലേ ചോദിച്ചു. ഈ അവാർഡ് കിട്ടേണ്ടതല്ലേ ചോദിച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ വരുമ്പോ അത് ന്യായത്തിൽപ്പെട്ടതല്ല, അത് സ്നേഹബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ഛായയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ പോസ്റ്റ് ഇടാൻ കാരണം. ആശാൻ മകന്റെ പോസ്റ്റ് വായിച്ചിരുന്നോ, അല്ലെങ്കിൽ എന്താണ് അതിൽ പറഞ്ഞിരുന്നത് എന്ന് വ്യക്തമായിട്ട് അതിലൂടെ അത് കേട്ടിരുന്നോ? ഇല്ല, ഞാൻ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതേ അറിയുള്ളൂ. മനസ്സിലായില്ല. ഒരു അച്ഛൻ മകൻ എന്നുള്ള ഒരു സംഭാഷണവും ഇതിന് ശേഷം ഉണ്ടായിരുന്നില്ല ആണോ ആശാൻ? ഉണ്ടായില്ല. അതുണ്ടായി, വേറെ ഒന്നല്ല. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയൊരു വിഷമായി, മനസ്സിന് വലിയ വിഷമായി. അപ്പോ എനിക്ക് തോന്നി, അച്ഛനെ കാണാൻ വരുന്നവര് ഈ ഇങ്ങനത്തെ ഓരോരോ അവാർഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ആരും വരണ്ടാക്കിയാ നല്ലത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മകൻ. ഇന്നലെ ആണെങ്കിലും സുരേഷ് ഗോപി അവർ പറഞ്ഞിരുന്നത് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആശാൻ പറഞ്ഞിരുന്നോ എന്നാണ് കേൾക്കേണ്ടത്. കാരണം പോസ്റ്റിലും പറഞ്ഞിരുന്നത് അച്ഛൻ തന്നെ പറഞ്ഞു വേണ്ട വരണ്ട എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് കിടക്കുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ അത് കംപ്ലീറ്റ്ലി ആ ഒരു ലൈനാണെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു വിവാദപരമായിട്ട് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കുറച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞുണ്ടാക്കിയുള്ളതാണ്. അത് മകൻ തന്നെ അത് പറഞ്ഞുണ്ടാക്കിയെന്നാണോ പറയുന്നത്? അല്ല, മകൻ പറഞ്ഞുണ്ടാക്കിയതല്ല, മകൻ ധരിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? ഇതിനുശേഷം ആശാനും സുരേഷ് ഗോപി അവരിൽ തമ്മിലൊരു സംഭാഷണം, ഒരു ഫോൺ സംഭാഷണം ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അത് അവിടെ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പോസ്റ്റ് ഇട്ടോ ന്യൂസിൽ മാതൃഭൂമിയിലോ കൊടുത്തു തോന്നുന്നുണ്ട്. അതായത് ഞാൻ ഒരു നേരിയതും ഒരു ഷാളും കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിനെ പൊളിപ്പിക്കും, നേരിയത് കൊടുക്കും. അത് അദ്ദേഹം സ്വീകരിച്ചില്ല ചോദിച്ചാൽ ഞാൻ ഗുരുവായൂരപ്പന്റെ നടക്കിൽ കൊണ്ടുപോയിട്ട് ദക്ഷിണയായിട്ട് സമർപ്പിക്കും ആശാന മനസ്സിൽ ധ്യാനിച്ചെന്ന് പറഞ്ഞിരുന്നു. ധ്യാനിച്ചിട്ട് അപ്പൊ ഒന്നാമത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാനങ്ങനെ അദ്ദേഹം വരരുതെന്നോ വന്നാൽ സ്വീകരിക്കില്ല എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കാം, നേരിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ. അതും നടന്നിരുന്നില്ല. ഇല്ല. ശരി. ഇത് ഈ ഒരു വിഷയം അല്ലാണ്ട് ഒരു എന്താ പറയാ മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലാണ്ട് മറ്റൊന്നും ഗോപി ആശാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി അവർ തമ്മിലോ ഇല്ല എന്നുള്ളതാണ് താങ്കൾക്കും പറയാനുള്ളത് അല്ലേ? ഇല്ല, യാതൊന്നുമില്ല. ഒരുപാട് നന്ദി ഗോപി ആശാൻ സംസാരിച്ചത്. സന്തോഷം. താങ്ക്സ്.